ഹലോ എല്ലാവർക്കും നമസ്കാരം. ശരത് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് വയനാട് ജില്ലയിൽ കാട്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് അവിടെ വീട് വെക്കാൻ വേണ്ടി മേടിച്ച സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് മരങ്ങൾ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ജപ്പാനീസ് ഒരു മാതൃകയില്ലേ, മിയാവാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മിയാവാക്കി ഫോറസ്റ്റ് ഞങ്ങളിവിടെ ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, വളരെ ചെറുതാണ്. അപ്പം ഇന്നത്തെ കാഴ്ചകൾ അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞധികം നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാട്ടിക്കുളത്തെ ആ ഒരു പ്രോപ്പർട്ടി. ഇതാണ് ഇവിടെ ചെറിയൊരു മഴക്കുഴിയെ കുഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ മഴ അത്ര ശക്തമല്ലാത്തതുകൊണ്ട് വെള്ളമൊന്നുമില്ല, എന്നാലും കിട്ടുന്ന വെള്ളം പറമ്പിൽ സ്റ്റോർ ആവട്ടെ വെച്ചിട്ട് ആക്കിയതാണ്. ആ ഒരു ഗ്രീൻ നെറ്റിനകത്താണ് നമ്മുടെ മിയാവാക്കി ഫോറസ്റ്റ് ആ ഒരു ചെടികൾ നട്ടു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ ദൂരെ കാണുന്നതാട്ടോ മുത്തുമാരിമല. ഒരു ഓഫ് റോഡൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെ അങ്ങനെ പെർമിഷൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഫോറസ്റ്റിൻ്റെ ഇതിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ മിയാവാക്കി ഫോറസ്റ്റ് കണ്ടിട്ട് വരാം. ഫോറസ്റ്റ് ആയിട്ടില്ല, ആവാൻ പോകുന്ന ആ ഒരു സംഭവം കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ മിയാവാക്കി ഫോറസ്റ്റിൻ്റെ ആ ഒരു ഇത് നമ്മൾ ഒരുക്കിയിരിക്കുന്ന സ്ഥലം. പലതരം മരങ്ങളുണ്ട്, കുറ്റിച്ചെടികളുണ്ട്. അങ്ങനെയാണ് മിയാവാക്കി നടേണ്ടത്. ഇത് നമ്മുടെ നാടൻ മാവായ ചക്കരക്കുട്ടിയാണ്. ഇതൊരു തരം പേരയാണ്. അതുപോലെ ബറാബിയുണ്ട്, മറ്റൊരു മാവുണ്ട്, ഇത് ഫൈക്കസ്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് തരം ചെടികളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്തായാലും എടുത്തിടാം. നമ്മുടെ സപ്പോട്ടയുണ്ട്, അതുപോലെ അബിയു ഉണ്ട്, മന്ദാരം ഉണ്ട്, നമ്മുടെ നാടൻ മുരിങ്ങയുണ്ട്. മുരിങ്ങയൊക്കെ ഭയങ്കരമായിട്ട് ഉഷാറായിട്ട് നിൽക്കുകയാണ്. സപ്പോട്ട, അതിലൂടെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. ഓരോന്നിൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്നത് കാണിച്ചു എന്നേ ഉള്ളൂ. എൻ്റെ വിശദമായിട്ടൊരു വീഡിയോ എന്തായാലും ഞാൻ പിന്നെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വളമൊക്കെ ഇടാൻ വേണ്ടി ഒന്നും കൂടെ വരാനുണ്ട്. നമ്മുടെ നാടൻ തെച്ചിയുണ്ട്, കറിവേപ്പിലയുണ്ട്, സർവ്വസുഗന്ധിയുണ്ട്, നീർമാതളമുണ്ട്, അത്തിയുണ്ട്, മഞ്ചാടിയുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ എന്തായാലും അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓരോ മരങ്ങളുടെ സെപ്പറേറ്റ് പേര് പറഞ്ഞ് എന്തൊക്കെയാണെന്ന് കാണിച്ച് ഞാൻ ചെയ്തുതരാം. അതുപോലെ ഇവിടെ നമ്മുടെ ചെറിയൊരു അവിടെ നിൽക്കുന്നതിൻ്റെ ഒങ്ങ് എന്ന് പറഞ്ഞ ചെടി, അതായത് നമ്മുടെ മുമ്പേ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, വീട്ടിൽ നിൽക്കുന്ന ഒങ്ങ്. പിന്നെ ലക്ഷ്മി തരുവുണ്ട്. അങ്ങനെ ഞാനത് എല്ലാം ഇടാം. ഞാനിപ്പോൾ ഈ കള പറിക്കുന്ന കഴിഞ്ഞിട്ട് മരങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ ഒരു വീഡിയോ എടുക്കാം. അതിന് ശേഷം പിന്നെ വരുമ്പം ഞങ്ങൾ വളം ഇടാൻ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഫുള്ള് നല്ലൊരു വീഡിയോ കൂടി ഞാൻ എടുത്തിടാം. ഇത് നമ്മുടെ ഇതാണ് പോമഗ്രാനൈറ്റ്, നാരകം, അങ്ങനെ എല്ലാം ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം. സൈഡ് ബൈ സൈഡായിട്ട് ഇങ്ങനെ പറിച്ച് വരുവാണ്. ഈ സൈഡ് നോക്കുമ്പോൾ നമ്മുടെ നട്ട ചെടി ഏതാണ്, കാട് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. കള, ഫൈക്കസ്, എന്തായാലും ഞാൻ പേര് പറയുന്നില്ല. പിന്നെ ഓരോ മരത്തിനെയും പരിചയപ്പെടുത്തി എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ എടുക്കാം. കാളയൊക്കെ പറിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വ്യൂ ആട്ടോ, ആ ഒരു വിഷ്വലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എല്ലാം പറിച്ച് കഴിഞ്ഞ് ഓരോ ചെടിയും നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഞാൻ ഓരോ ചെടിയും പരിചയപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വേറൊരു വീഡിയോ എന്തായാലും ഞാൻ എൻ്റെ ചാനലിലിടാം. ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കാണുക കേട്ടോ. കണ്ടില്ലേ, കളയൊക്കെ പറിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്താ ഒരു ഭംഗി. അവരുടെയൊക്കെ ആ ഒരു വളർച്ചയാണ് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത്. കാരണം നമ്മൾ അതുപോലെ വളം അടിവളമൊക്കെ കൊടുത്ത് കമ്പോസ്റ്റൊക്കെ ആക്കി അത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്ത് കഷ്ടപ്പെട്ടാൽ നമുക്കെല്ലാം നേടാലോ. അപ്പം അതിൻ്റെ ഇതാണ്. കഷ്ടപ്പെടാൻ ഞാനീ പറയുന്നത് ഞാൻ മാത്രമല്ല, രാജുവേട്ടൻ, രവി, നമ്മുടെ രണ്ടുപേരും നിൽക്കുന്ന ഈ ഒരു ഇതൊക്കെ ഇത്രയും ഒരു ഭംഗിയായിട്ടാവാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച രണ്ടുപേരാണ്. നമ്മുടെ ചേട്ടൻ്റെ ഹോം സ്റ്റേയിലെ അവിടുത്തെ പറമ്പും കാര്യങ്ങളെല്ലാം നോക്കുന്ന രണ്ടുപേരാണ്. നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് നമുക്ക്. അതുപോലെ എന്താവശ്യത്തിനും വിളിച്ചാലും ഓടി വരുന്ന രണ്ടുപേരാണ്. അവരാണ് നട്ടത്. അവർ നട്ടു, അവർ തന്നെ വളമൊക്കെ ഇട്ട്, അവർ തന്നെ എല്ലാം ആക്കി നമ്മുടെ സ്വന്തം വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ആ ഒരു മിയാവാക്കിയുടെ സ്റ്റേജ്. ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറൊരു വീഡിയോ ഇടാം മരങ്ങളെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട്. നമ്മുടെ ചക്കരക്കുട്ടി മാവാണിത്, നാടൻ മാവാണ്. പേര ഒന്നും ഞാൻ പ്രത്യേകിച്ച് ഓരോന്നും ഇപ്പോൾ പറയുന്നില്ല. ഇതാണിപ്പോൾ ഞങ്ങളുടെ മിയാവാക്കി ഫോറസ്റ്റിൻ്റെ ഒരു അപ്ഡേറ്റ്. ഇപ്പം എന്തായാലും ബാക്കി ഓരോ അപ്ഡേറ്റോടെ ഞാൻ തരാം. എന്താ ഭംഗി, നമ്മൾ നട്ട് നമ്മുടെ ആ ഒരു പറമ്പിലിരിക്കുന്ന ചെടിയൊക്കെ ഒന്ന് ഉഷാറായി നല്ല തളർത്ത് വരുന്നത് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു അത് എന്താ പറയുക,
ഭയങ്കര സന്തോഷം തോന്നുന്നു. എന്താ ഇന്നത്തെ ഈ ഒരു സൺഡേ പൊളിച്ച് അടിപൊളി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ എല്ലാവരും ശ്രമിക്കുക. കണ്ടിട്ട് നിങ്ങളുടെ എല്ലാവരും അഭിപ്രായം ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.